ഗൃഹ്യസൂത്രങ്ങളിൽ നമ്മുടെ ഗൃഹാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ തലമുറയുടെ വ്യക്തിത്വം എങ്ങനെ മോൾഡ് ചെയ്യപ്പെടണം എന്നുള്ളത് വ്യക്തമായ ദർശനമുണ്ട് ഭാരതത്തിന്. ആ ദർശനത്തിനനുസരിച്ച് ജീവിച്ച ആളുകളാണ് ലോകത്തിൽ മഹാന്മാരായിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന കൂടെ ഒരു 8ാം ക്ലാസ്സിന് മുകളിലേക്കുള്ള എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, വളരെ കുറഞ്ഞ കുട്ടികളേ ഉള്ളൂ. ഈ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, സ്കൂളിലായാലും കോളേജിലായാലും ഒക്കെ അവിടുത്തെ വിദ്യാഭ്യാസ രീതികളിൽ പോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉൾപ്പെടെയുള്ള ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് BEd കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്ന, ഒരു പക്ഷേ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ BEdന് പഠിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അറിയാം. BEd കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു പേപ്പറിനകത്ത് ലോകത്തിലെ അറിയപ്പെടുന്ന 9 വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കുറിച്ച് പറയുന്നത്. ലോകത്തിലെ 9 ആളുകളാണ്, അതിൽ 5 ആളുകൾ ഭാരതീയരാണ്. ലോകത്തിലെ 9 ഏറ്റവും പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ 5 പേര് ഭാരതീയരാണ്. ആ 5 പേരും, അതിൽ 4 പേരും സന്യാസിമാരാണ്. 5 പേരും സന്യാസി തുല്യരായിട്ടുള്ള ആളുകളാണ്. ആലോചിച്ച് നോക്കുക, നമ്മളൊരു സന്യാസീനെ കണ്ടാൽ ബസ്സിൻ്റെ അകത്ത് നിന്ന് സീറ്റ് എണീറ്റ് കൊടുക്കുമോ? നമ്മളിൽപ്പെട്ട ആരെങ്കിലും നാളെ കാവ്യ വസ്ത്രം കൊടുത്ത് അങ്ങനെ ഒരു സന്യാസിയായിട്ട് പോകാമെന്ന് വിചാരിച്ചോ? അപ്പം എന്താ പറയുക? അമ്പലത്തിൽ വന്നിട്ട് തലയിൽ തുളസിപ്പൂവും ചെമ്പരത്തിയും വെച്ച് പോകുന്നവനെ കുറിച്ച് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓനിപ്പോൾ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ കേരളത്തിൽ? ഓഹനിപ്പോൾ എന്താ ചെവിയിൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കേരളത്തിൽ? തലയ്ക്ക് സുഖമല്ല. അപ്പോൾ തലയ്ക്ക് സുഖമില്ലാത്ത കുറച്ച് ആളുകളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട തീരെ സുഖമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് നേതൃത്വം തരാമെന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗണപതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശിവൻ എന്താണെന്നറിയോ? അറിയോ? ശബരിമലയിൽ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ? ശബരിമലയിൽ കയറിയിട്ട് ഭക്തന്മാരെ അടിച്ച് കയ്യും കാലും കണ്ണുമൊക്കെ പൊട്ടിച്ചിട്ടുള്ള വിഭാഗം ഒരു ശതമാനമേ ഉള്ളൂ. ഇതിലിരിക്കുന്ന കൂടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങളെ കുടുംബത്തിലുള്ളവരുണ്ടാവാം. പക്ഷേ സത്യം പറയാനല്ലേ, പറയുമ്പോൾ സത്യം പറയണമെന്നല്ലേ. ആ വിഭാഗത്തിൽപ്പെട്ട പോലീസ് വിഭാഗമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളത്. മിനിഞ്ഞാന്ന് 3 ആളുകളെ പിരിച്ചു വിട്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു CIനെ പിരിച്ചു വിട്ടു. ഇവിടെ ബേപ്പൂരിലുള്ള ഒരു SIനെ പിരിച്ചു വിട്ടു. 11 ക്രിമിനൽ കേസ് അയാളുടെ പേരിലുള്ളത്. നല്ല പോലീസുകാരല്ലേ? ഒരു പോലീസുകാരൻ സ്കൂട്ടറിൻ്റെ സീറ്റ് പൊന്തിച്ചിട്ട് മാങ്ങ പെറുക്കിയിടുക അതിൻ്റെ അകത്ത് കണ്ടിരുന്നില്ലേ നമ്മൾ? ശബരിമലേൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള കാര്യം അത്. അപ്പോൾ ക്ഷേത്രങ്ങളോടും ആരാധനാ കേന്ദ്രങ്ങളോടും കളിക്കുമ്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏറ്റവും മോശമായി കൊണ്ടിരിക്കുകയാണ് തൂങ്ങിച്ചാവൽ. SIമാരാണ് തൂങ്ങിച്ചാവുന്നത്. നാട് വിടുക. കേരളത്തിലാണ് കൂടുതൽ പോലീസുകാർ നാട് വിട്ടിട്ടുള്ളത്. അതിൻ്റെയൊക്കെ കണക്ക് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ വെറുതെ പറയുന്നൊന്നും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തപ്പിയാൽ കാണാം എത്ര പോലീസുകാർ പീഡന കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞത്, പറയുമ്പോൾ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഒക്കെ അവമാനിക്കുക. പക്ഷേ ഈ പറയുന്ന ആളുകളോ അവരുടെ കുടുംബക്കാരോ ഈ ക്ഷേത്രവിരുദ്ധമായ എന്ന് അവർ പറയുന്ന ഗ്രന്ഥങ്ങളിലുള്ള മഹത്തായ ആളുകളുടെ അല്ലാതെ പേരുകൾ ഉപയോഗിക്കുന്നില്ല. പറഞ്ഞത് മനസ്സിലാവുമോ? രാമായണമാണ് നമ്മുടെ ചർച്ചാ വിഷയം. രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മക്കളെ? സീതയും രാമനും. നമ്മളെ വീടുകളിലൊക്കെ ചിലപ്പോൾ വേണേ സീത എന്ന് പേരിടും അല്ലേ? രാമൻ എന്ന് പേരിടും, കണ്ണൻ എന്ന് പേരിടും, കൃഷ്ണൻ എന്ന് പേരിടും. രാവണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയും വീട്ടിലാരെങ്കിലും ഉണ്ടോ? അച്ഛൻ്റെ പേര് രാവണൻ എന്നാണോ? അല്ല. അച്ഛൻ്റെ പേരെന്താ? എന്താ? ബിജു. അച്ഛൻ്റെ പേര് ബിജു എന്നാണ്. എന്തായാലും രാവണനല്ല. എന്തുകൊണ്ടാണ് രാമായണ വിരുദ്ധരായവർ പോലും രാവണൻ്റെയോ താടകയുടെയോ ഒന്നും പേരിടാത്തത്? നമ്മൾ ഏതെങ്കിലും വീട്ടിൽ താടകയുണ്ടോ? ഇവിടെ ഉഷകാവിൽ ഭാഗത്ത്
ഇല്ല. കാര്യം രാമായണം മോശമാണെന്ന് പറയുന്നവർക്കും ഗണപതി മോശമാണെന്ന് പറയുന്നവർക്കും സരസ്വതി മോശമാണെന്ന് പറയുന്നവർക്കും മോശമായി ചിത്രീകരിക്കുന്നവർക്കും അറിയാം എൻ്റെ മക്കൾക്ക് സരസ്വതി എന്നേ പേരിടണ്ടു, ഗണപതി എന്നേ പേരിടണ്ടു, ഗണേശൻ എന്ന് പേരില്ലേ, വിനായകൻ എന്ന് പേരില്ലേ, വിഘ്നേശ്വരൻ എന്ന് പേരില്ലേ. എന്നാൽ ഗണേശനെയും വിനായകനും വിഘ്നേശ്വരനുമായ ഗണപതിയെ ചീത്ത വിളിക്കുന്ന ആളുകൾ സ്വന്തം മക്കൾക്ക് ചുണ്ടലി എന്ന് പേരിട്ടോട്ടെ. ഗണേശൻ്റെ വാഹനമല്ലേ, വാഹനമെങ്കിലും പേരിടുമോ? പറ്റുമോ? എൻ്റെ മോൻ പെരിച്ചായി, പെരിച്ചായി എന്ന് പേരിട്ടോ? ഇടുവോ? എന്താ ചുണ്ടലി ഗണപതിയുടെ വാഹനമാണ്. അപ്പോൾ ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലീൻ്റെ പേരിടണ്ട, സമ്മതിച്ചു. പെരിച്ചായി എന്ന് പേരിട്ടോട്ടെ. എൻ്റെ മോൻ പെരിച്ചായിയാണ്, അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്, ചിഹ്നവും പെരിച്ചായിയാണ്. എന്തേ? രാമായണത്തിലെ വസ്തുതകൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ഒറ്റപ്പെടുത്താനും ഭാരതത്തിനെ വീണ്ടും അടിമയാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഗ്രന്ഥങ്ങളെ ഉപയോഗിക്കുന്നു. നമ്മുടെ ദേവതകളെ ഉപയോഗിക്കും. നമ്മളും ചോദിക്കും, നമ്മുടെ വീട്ടിൽ ചോദിക്കും, നമ്മളെ കുട്ടികൾ ചോദിക്കും. ഇന്നലത്തെ മലയാള മനോരമ പത്രം വായിക്കുക നിങ്ങൾ. ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഓൺലൈനിലൂടെ പരിചയപ്പെട്ടിട്ട്, ഇപ്പം അങ്ങനെയാണല്ലോ, പെണ്ണ് കാണാനൊന്നും പോകുന്നില്ല അല്ലേ? ശബ്ദം കേട്ടാൽ മതി, പിന്നെ വാട്സപ്പ് കോൾ ചെയ്താൽ മതി. ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടു. എന്നിട്ട് അവർ തീരുമാനിച്ചു ലിവിങ് ടുഗദർ. എന്താ ലിവിങ് ടുഗദർ? ഒന്നിച്ച് ജീവിക്കുക. ഡാഡി ബ്രോ കണ്ടോ സിനിമ? കാണണം. ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുക. അവസാനം ആ പെൺകുട്ടിയെ ഒരു ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഈ കൊലപാതകിയുടെ ഫോണിൽ നിന്ന് ഇന്നലെ പോലീസ് കണ്ടെടുത്തത്. ലിവിങ് ടുഗദർ മനസ്സിലായില്ലേ എന്തിനാണെന്ന്? എന്നാലും നമ്മൾ മനസ്സിലാവില്ല. നമ്മുടെ രാമായണത്തിൽ മക്കളില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ദശരഥൻ എന്ത് ചെയ്തത്? 3 കല്യാണം കഴിച്ചു അല്ലേ? എന്നിട്ടും മക്കളില്ല. എന്നിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തി. ദശരഥനും വേണമെങ്കിൽ ലിവിങ് ടുഗദറായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവായിരുന്നു, ആരും അറിയില്ലല്ലോ. എന്നിട്ടും ആ പുത്രകാമേഷ്ടി യാഗത്തിൽ മക്കളുണ്ടാവാനുള്ള ഊർജം ലഭിക്കുന്ന ആ ഒരു ഔഷധം, അതാണ് അല്ലേ പുത്രീയം എന്ന് പേരുള്ള പായസം. ആ പുത്രീയം എന്ന് പറയുന്ന പായസം കഴിച്ചിട്ടാണ് മക്കളുണ്ടാവുക. അപ്പോൾ നമ്മളോട് ചില ആൾക്കാർ ചോദിക്കുക, അത് ദശരഥൻ്റെ മക്കളാണോ പായസത്തിൻ്റെ മക്കളാണോ? എനിക്കറിഞ്ഞൂടാ. നമ്മളിൽ പലരും മക്കളില്ലാതിരിക്കുന്ന കാലത്ത് ഡോക്ടർമാരെ കണ്ടിട്ട് ഗുളികയൊക്കെ മേടിച്ച് തിന്നും, ചിലപ്പോൾ മരുന്നൊക്കെ കുടിക്കും. കാരണം നമ്മളിലുള്ള ഊർജ ചൈതന്യത്തെ വർദ്ധിപ്പിക്കാനുള്ള ഔഷധമാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെ കളിയാക്കുക. രാമായണം ഇന്ന് ചോദിച്ചാൽ, കുട്ടികളോട് ചോദിച്ചാൽ, ചിലപ്പോൾ അമ്മമാരോട് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്നവരോട് കൈവക്കാനൊന്നും ചോദിക്കും. മാഷുമാരെ സ്വഭാവം ചോദ്യം ചോദിക്കുക, ഉത്തരം പറയിപ്പിക്കുക. എന്താ പണ്ടേ മാഷുമാരിങ്ങനെ തന്നെയാണ് അല്ലേ? രാമായണം, അധ്യാത്മരാമായണം കിളിപ്പാട്ട് കേരളീയർ കർക്കിടക മാസത്തിൽ വായിക്കും. എന്തിനാ കർക്കിടകത്തിൽ ഇത് വായിക്കുന്നതെന്ന് ചോദിച്ചാലോ, അതിപ്പോൾ ആർക്കറിയാം അല്ലേ? കർക്കിടകമാണെ മഴയൊക്കെ പെയ്യേണ്ടതാണല്ലേ. കർക്കിടക മാസം എന്ന് നമ്മൾ പേര് കൊടുത്ത് വിളിക്കുന്നത്, ഒരു പേരങ്ങനെ ഇട്ടു എന്നുള്ളൂ. കർക്കിടകം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഞണ്ട് എന്നാണ്.
ഞണ്ടിൻ്റെ മാസമാണ്. പേര് കൊടുത്ത് വിളിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖയുടെ വലത് ഭാഗത്തേക്ക്, ദക്ഷിണ ഭാഗത്തേക്ക് മാറുന്നു ഭൂമിയുടെ സംക്രമണത്തിനനുസരിച്ച്. ആ ദക്ഷിണ ഭാഗത്തേക്ക് സൂര്യൻ മാറുമ്പോൾ നമുക്കറിയാം, കൃത്യമായ വൃത്താകൃതിയിലല്ല ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്, ദീർഘവൃത്താകൃതിയിലാണ്. അപ്പോൾ സൂര്യൻ വലത്തോട്ട് മാറിപ്പോകും. അപ്പോൾ ഇവിടെ വെളിച്ചം കുറയും, ഊർജം കുറയും. അത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭാരതീയരുടെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളിലുണ്ടാവും, ഭാരതീയരുടെ ദൈവസങ്കല്പം എന്താണ് ഈശ്വരൻ എന്ന് മനസ്സിലാവും. ഈശ്വരനുണ്ട്. അങ്ങനെ മാറിപ്പോകുന്ന സമയത്ത് ക്രിയേറ്റീവ് എനർജി, ഡിസ്ട്രക്റ്റീവ് എനർജി, രണ്ട് എനർജികളും ഏറ്റവും കൂടുതലുണ്ടാവും ഭൂമുഖത്ത്. ധാരാളം ചെടികൾ മുതൽ പല ജീവികളും ഉണ്ടാവും ഈ കർക്കിടകം മുതൽ ഒരു 4-5 മാസക്കാലം. അതിനു വേണ്ടിയിട്ടാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ മഴയും തണുപ്പും ഭൂമികുലുക്കം ഉൾപ്പെടെയുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പം അതിനെ നമ്മൾ പറയുക, ഭാരതീയർ പറയുക, കർക്കിടകം 1 മുതൽ ദേവന്മാരുടെ സന്ധ്യയാണ് എന്ന് പറയും. അങ്ങനെ കേട്ടിട്ടില്ലേ? ദേവന്മാർ ഉറങ്ങുകയാണ്. പിന്നെ ദേവന്മാരെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി, അത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ ക്രിയേറ്റീവായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവും ക്രിയേറ്റീവായിട്ടുള്ളതുണ്ട്. ആ പോസിറ്റീവ് എനർജി ഗൗണമായി കിടക്കും, ഉറക്കത്തിലേക്ക് പോകും. ആ സമയത്ത് നമ്മളെല്ലാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് മുൻപുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കർക്കിടകം, ചിങ്ങം, കന്നി മാസത്തിലാണ് പുറത്തേക്ക് വരിക, അല്ലേ? അപ്പം നല്ല മരുന്ന് കഴിക്കണം, നല്ല ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, നല്ല ഭക്ഷണം കഴിക്കണം. മരുന്ന് കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ, സോപ്പ് തേച്ച് കുളിച്ചാൽ ഇതൊക്കെ ശരീരത്തിനെ നന്നാക്കും. മനസ്സിനെ നന്നാക്കാൻ എന്ത് ചെയ്യും? ലൈബോയ് സോപ്പ് പിണിങ്ങിയാൽ മതിയോ? മനസ്സാണ് പ്രധാനം. പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നത് 70% രോഗങ്ങളും മനസ്സിൽ നിന്നുണ്ടാവുന്നു. മനസ്സിനെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ എല്ലാ രോഗങ്ങളും, പ്രത്യേകിച്ച് എനിക്ക് രോഗമുണ്ട് എന്ന് പറയാതിരിക്കുക. ആരോടും നമ്മുടെ മനസ്സിനോട് വീണ്ടും ഓട്ടോ സജഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ രോഗിയാണ്, ഞാൻ രോഗിയാണ്, ഞാൻ രോഗിയാണ്. നേരെ തിരിച്ചു കൊടുക്കണം. എന്നെ രോഗം പിടികൂടില്ല എന്ന് പറയാം. ചിലവർ പറയും അങ്ങനെ പറയണ്ട കേട്ടോ, നാളെ വന്നുകൂടായില്ല എന്നൊക്കെ പറയും, പേടിപ്പിക്കും. എന്നെ പിടികൂടില്ല എന്ന് പറയുക, അങ്ങനെ തന്നെ പറയുക. കാരണം നമ്മുടെ മനസ്സിനെപ്പോഴും ശക്തി വേണം. ഇപ്പോൾ രാത്രിയിലൊക്കെ ആധുനിക മനഃശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇല്യൂഷൻ, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. രാത്രി നമ്മൾ വെളിച്ചമൊന്നുമില്ലാതെ നടന്നു പോകുമ്പോൾ, പാമ്പിനെയൊക്കെ പൊതുവെ നമുക്ക് പേടിയാണ്. നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കഷ്ണം കയറിൽ കാല് തട്ടിപ്പോയി എന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു കേബിളിൻ്റെ കഷ്ണമോ ഇതുപോലെ കയറോ എന്തെങ്കിലും തട്ടി നമ്മൾ കുടഞ്ഞ് തെറിപ്പിച്ചു, പാമ്പാണെന്ന് വിചാരിച്ച്. കാല് പോയൊരു മരക്കുറ്റിയോടോ എന്തിനോടോ തട്ടി ഒന്ന് മുറിയുകയും ചെയ്തു. അയാൾക്ക് വിഷം കയറും. അറിഞ്ഞിട്ടുണ്ടോ? അയാളുടെ ശരീരത്തിൽ നിന്ന് നെഗറ്റീവായിട്ട് ഇമ്മ്യൂണിറ്റി പവർ വർക്ക് ചെയ്യും, വിഷം കയറും. നമ്മുടെ ശരീരത്തിലൊക്കെ വിഷാംശമുണ്ട്. ആ വിഷാംശം ശക്തമായിട്ട് അയാളെ പിടികൂടും. മരണം വരെ സംഭവിക്കാവുന്ന വിഷമുണ്ടാവും. പക്ഷേ അയാളെ പാമ്പ് കടിച്ചിട്ടില്ല. പാമ്പ് കടിച്ചു എന്നുള്ള തോന്നലാണ്. എനിക്കറിയുന്ന ഒരാൾ, സ്ഥലവും ഒന്നും പറയുന്നില്ല, കുറേ തേങ്ങ കൂട്ടിയിട്ട സ്ഥലത്ത് ഓരോ തേങ്ങയെടുത്ത് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ 2 തേങ്ങ എടുക്കാൻ നോക്കിയപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് കടിച്ചു അയാളെ. അയാൾ വീട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, നിങ്ങളെങ്ങോട്ടായി തേങ്ങ പൊളിച്ചിട്ട്, ഒരു തേങ്ങയും കൂടിയല്ലേ, അതും കൂടെ പൊളിച്ചൂടെ, നിങ്ങൾക്കത് പൊളിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ആ പാമ്പിനെ പിടിച്ചിട്ട് ഒരു കവറിലാക്കിയിട്ട് ബുള്ളറ്റിൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ അടുത്ത സ്ഥലത്താണ്.
അയാൾ നേരെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ട്, അതിന്ന പാമ്പാണ്. ഡോക്ടർ ചോദിച്ചു അങ്ങനെ മനസ്സിലായി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് തരാമെന്നും പറഞ്ഞിട്ട് ബുള്ളറ്റിൻ്റെ ഒരു കേസ് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് കാണിച്ചു. എന്നിട്ട് നിങ്ങളെങ്ങനെ ഞാൻ ബുള്ളറ്റ് ഓടിച്ചു? അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയാം, ഞാൻ പറയാത്ത. ആത്മധൈര്യം എന്ന് പറയുന്നൊരു സംഗതി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാം, പല രോഗങ്ങളിൽ നിന്നും. വേദങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത ഏതാണ്? മാതൃജം, പിതൃജം, ദൗഹൃദ, അപചാരജം എന്ന് പറഞ്ഞ് 3 തരത്തിൽ രോഗങ്ങൾ വരാം എന്ന് ഋഗ്വേദവും അഥർവവേദവും പറയുന്നുണ്ട്. മാതൃജം എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് കിട്ടുന്നു എന്നാണ് അർത്ഥം. നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഷുഗറുണ്ട്, എനിക്കും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വരും, ഉറപ്പാണ്. അമ്മയ്ക്ക് ഷുഗറുണ്ട്, അമ്മ പോയി, എനിക്ക് ഷുഗറൊന്നും വരില്ലേ എന്നെന്തുകൊണ്ട് വിചാരിച്ചുകൂടാ? മനസ്സാണ്, ഇച്ഛയാണ് പ്രധാനം. ലോകത്തിൽ ആരെന്ത് നേടിയിട്ടുണ്ടോ മനസ്സുകൊണ്ടാണ് ആദ്യം നേടുന്നത്. ചന്ദ്രനിലേക്ക് വിട്ടില്ലേ, കഴിഞ്ഞ ഒരു മാസമായില്ലേ. ആദ്യം ചന്ദ്രനിലെത്തുന്നത് ആരാണ്? കുട്ടിക്കാലത്തെ നമ്മൾ ചന്ദ്രനെ കാണും, നമ്മുടെ മനസ്സാണ് അവിടെ എത്തുന്നത്. അമ്മ അതെന്താ സാധനം എന്ന് ചോദിക്കും. അതാണ് അമ്പിളിമാമൻ. അമ്പിളിമാമൻ അതാരാ അവിടെ വെച്ചേ? ഇപ്പോൾ ചില അമ്മമാർ പറയും, നീ തിന്നോട്, അമ്പിളിമാമൻ അവിടെ വെച്ച് നിൻ്റെ പറയിപ്പിക്കേണ്ടെന്നാണ്. ചിലർ പറഞ്ഞു കൊടുക്കും, അമ്പിളിമാമൻ അവിടെ വെച്ചത് ഈശ്വരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കഥ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഭാവനകൾ വരും. ഒരിക്കലും കുട്ടികൾ ചോദ്യം ചോദിച്ചാൽ ചീത്ത പറയരുത് കേട്ടോ, അല്ലേ? പണ്ടത്തെ അമ്മമാരൊക്കെ കഥ പറഞ്ഞു കൊടുക്കൂലേ? അങ്ങനെയാണ് നല്ല നല്ല കഥകളുണ്ടായത്. അല്ലാണ്ട് എല്ലാം ആരോ പറഞ്ഞ കഥകളൊന്നുമല്ല. അമ്മമാർക്ക് തോന്നുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നല്ല കഥകളായി മാറിയിട്ടുണ്ട്. പാട്ട് പാടി കൊടുത്ത് തോന്നിയ പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ല നല്ല പാട്ടായി മാറില്ല. കുട്ടികളെ പാട്ടുപാടി ഉറക്കാറുണ്ടായിരുന്നില്ല. മക്കളെ ഉറക്കാറുണ്ടോ? പാട്ടുപാടി ഉറക്കാറുണ്ടോ? ഏടെ ഇപ്പം അമ്മയ്ക്ക് നേരെയല്ലേ, പെൻഡ്രൈവ് ഉണ്ടാവില്ലേ? അമ്മേനെ ഉണർത്തുന്നത് തന്നെ മൊബൈലാണ്. പിന്നെ ഇവിടുത്തെ അമ്മമാരെ കുറിച്ചല്ല പറയുന്നത്. പല അമ്മമാരും ഇപ്പോൾ കേരളത്തിൽ ഉണരുന്നത് മൊബൈലിൻ്റെ അലാറം കേട്ടിട്ടാണ്. ആ മൊബൈൽ അലറിയിട്ടില്ല എങ്കിൽ നമ്മൾ ആന വന്ന് അലറിയാലും എഴുന്നേക്കില്ല. അത് ഞാൻ തമാശ പറയുന്നില്ല. തോന്നുമ്പോൾ ഉറങ്ങാം, വിചാരിക്കുമ്പോൾ ഉറങ്ങാം, വിചാരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകാം. ഓട്ടോ സജഷൻ. സ്വന്തം വിചാരിക്കുക, നമ്മൾ ഞാനിതാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു പഠനം നമുക്ക് നടത്താൻ ഏറ്റവും നല്ലത് കർക്കിടക മാസമാണ്, സന്ധ്യാസമയമാണ്, മണ്ഡലമാസത്തിലാണ്. ഈ 3 സമയങ്ങൾ 2 മാസങ്ങളിലായി. മണ്ഡലമാസം എന്ന് പറയുമ്പോൾ 41 ദിവസം വരുന്നുണ്ട്. 9 മണ്ഡലങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. അതിൽ ഏറ്റവും നല്ല മണ്ഡലമാണ് വൃശ്ചിക, ധനു മാസങ്ങളിലേക്കുള്ളത്. ആ വൃശ്ചികം 1 മുതൽ നമുക്ക് ശരീരത്തിന് പലതരത്തിലുള്ള പോരായ്മകൾ വരും, മനസ്സിന് വരും. അതിനെ ആറ്റാനാണ് ജപം, ധ്യാനം, ഉപാസന, മെഡിറ്റേഷൻ എന്ന് പറയുന്നു. കൗൺസിലിംഗ് എന്ന് കേട്ടിട്ടില്ലേ പലരും? സൈക്കോതെറാപ്പി. പല മാനസിക പ്രശ്നങ്ങളും വിഭ്രാന്തികളും ഉള്ള ആളുകൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും. ഈ കൗൺസിലർമാർ അവരുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റിക്കൊടുക്കും, പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കും, ചിന്തകളെ മാറ്റിക്കൊടുക്കും. അപ്പം മനസ്സിനെയാണ് നന്നാക്കേണ്ടത്. അതിനേറ്റവും നല്ല സമയം കർക്കിടക മാസവും മണ്ഡലമാസവുമാണ്. കർക്കിടകത്തിൽ വേറെ ഒരു ജോലിക്കും പോകരുത്. പക്ഷെ ഇന്നത്തെ അമ്മമാർ, ഉച്ചക്കാവിലെ അമ്മമാരല്ല, നിങ്ങൾ പാവത്തുങ്ങൾ നല്ല അല്ലേ? കർക്കിടകത്തിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചോളണമെന്നില്ല. 8 മണിക്ക് പറഞ്ഞ സമയം തെറ്റിയാൽ ചീത്ത പറയരുത്. കുടുംബ വിളക്കില്ലേ? 8 മണിക്കല്ലേ? 8-ന് 1 മിനിറ്റുള്ള പൗടി എത്തും അല്ലേ? ഞാനിതിൻ്റെയൊക്കെ സമയം അറിയാം. ഞാനൊക്കെ ഞാനൊരു സ്ഥലത്ത് ഒരിക്കലും സമയം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയപ്പോൾ മുന്നിലിരിക്കുന്ന വല്യമ്മ പറഞ്ഞ്, മാഷ് അറിഞ്ഞൂടാ, അത് 6:30 പറഞ്ഞു. ഏതൊരു അതിനുശേഷം സമയം പറയില്ല ഞാൻ. പിന്നെ ഞാൻ പഠിച്ചതിൻ്റെ ശേഷം പിന്നെ പറയുക. വിളക്ക് കത്തിക്കാൻ പോലും നമുക്ക് സമയമില്ല, പിന്നെയല്ലേ പ്രാർത്ഥിക്കൽ. സ്വന്തം വീട്ടിലിരുന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഒന്ന് മെഡിറ്റേഷൻ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതും ആലോചിച്ചു.
ഒരു 5 മിനിറ്റെങ്കിലും കുറഞ്ഞത് വെറുതെ മനസ്സിനെ ഒന്ന് ശൂന്യമാക്കി വെക്കുക. സ്വസ്ഥമായിട്ട് പൂജാമുറിയിലോ വിളക്കിനരികിലോ, ഇല്ലെങ്കിൽ വിളക്കിനെയും പൂജേനെയും പടത്തിനെയും ചിത്രത്തിനെയും വിഗ്രഹത്തിനെയും അമ്പലത്തിനെയും ഒന്നും നിങ്ങൾക്ക് വിശ്വാസം വേണ്ട. ഇത് സയൻസാണ്. AET എന്ന് പറഞ്ഞ അവെയർനെസ് ഈക്വലൻസി ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് സൈക്കോ തെറാപ്പിയിലുള്ള ഒരു തിയറിയാണ്. ഇപ്പോൾ പോസ്റ്റ് മോഡേൺ സയൻസിൽ അതാണ് ജപം എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവതയെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവത, അത് കുടുംബ ദേവതയാവാം, ഇല്ലേ ഉച്ചക്കാവിലെ അമ്മയായിക്കോ. ഉച്ചക്കാവുകാർക്ക് ഉച്ചം എന്ന് പറഞ്ഞാൽ ഉന്നതമായത്, ഉയർന്നത്, ഉയർന്ന കാവാണ്. എല്ലാ നന്മകളും കൊണ്ട് ഉയർന്ന കാവ് എന്നുള്ള അർത്ഥമാണ് ഉച്ചം എന്ന് കിട്ടുന്നത്. ആ ഉച്ചക്കാവിലെ അമ്മയെ നിങ്ങൾ അതിൻ്റെ മൂലമന്ത്രം സ്വീകരിച്ച് നിങ്ങൾ ദിവസവും ത്രിസന്ധിക്കോ പ്രഭാത സന്ധിക്കോ മധ്യാഹ്ന സന്ധിക്കോ 3 സന്ധികളിൽ ഏതെങ്കിലും ഒരു സമയം സ്വസ്ഥമായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ ജപിക്കുക. മാറ്റം ഉണ്ടാവും. അങ്ങനെ ജപിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഉച്ചക്കാവിലമ്മേനോടൊക്കെ അത്രയും ഇഷ്ടമുള്ള ആളുകളുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വളരാൻ പറ്റും. കുട്ടികളെ പഠിപ്പിക്കുക. സ്കൂളിൽ പോയാൽ മാത്രം വളർച്ചയൊന്നും ഉണ്ടാവില്ല. അമൃതാനന്ദമയി എത്രാം ക്ലാസ് വരെ പഠിച്ചത് മക്കളെ? സ്കൂൾ പഠിത്തം നിർത്തല്ലേ മോളെ? അമൃതാനന്ദമയി എത്രാം ക്ലാസ് വരെ പഠിച്ചത്? 4ാം ക്ലാസ് വരെ. 4ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് അമൃതാനന്ദമയിക്ക് മനസ്സിലായി ഇന്നുള്ള ചുറ്റുപാടിൽ സ്കൂളിലൊന്നും പോയിട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങളിൽ പോവുക, രാമായണം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, അഹങ്കാരമല്ലാത്ത, എനിക്ക് ഒരു ഭാഷ പോലും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നെക്കാട്ടും നന്നായിട്ട് ഇവിടെ കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. ഹിന്ദി, ഗുജറാത്തി, ബംഗാളി ഒക്കെ അറിഞ്ഞൂടെ? അല്ലാണ്ട് വർത്തമാനം പറഞ്ഞേക്കാം. അവർക്ക് എന്ത് PhD ഉള്ളത്, എന്ത് PG ഉള്ളത്, എന്ത് ഡിഗ്രി ഉള്ളത്? അമൃതാനന്ദമയിക്ക് 150ഓളം ഭാഷ സംസാരിക്കാൻ അറിയാം, എഴുതാനറിയാം, കേട്ടാലറിയാം. ലോകത്തിലെ 150ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു അമ്മ. എങ്ങനെ സാധിച്ചത്? നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചു. സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ അറിയപ്പെട്ടത് ഈ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചപ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 9 വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ 5 പേര് ഭാരതീയരാണെന്ന് പറഞ്ഞതിൽ അതിൽ ആദ്യം 9 എണ്ണത്തിൽ ആദ്യം എണ്ണുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് ലോകത്തിനെ പഠിപ്പിച്ച മഹാൻ. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മനസ്സ് മാറ്റും വിദ്യ, ശരിയായ അറിവെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റണമെന്നാണ്. ഭൗതികമായിട്ടൊന്നും മാറ്റിയിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ധാരാളം സ്വത്തുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ നിങ്ങൾ മക്കൾക്കും കൊടുക്കില്ല, ആർക്കും കൊടുക്കില്ല. മനസ്സുണ്ടോ മാർഗമുണ്ട്, അല്ലേ? വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്ന് പറയാറുണ്ട്. ആ വിവേകാനന്ദൻ കഴിഞ്ഞാൽ ഗാന്ധിജി പഠിച്ചത് എന്തായിരുന്നു? വക്കീലായിട്ട് പഠിച്ചു, അല്ലേ? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ബാരിസ്റ്റർ ബിരുദമൊക്കെ നേടിയിട്ട് വന്ന ആളാണ് ഗാന്ധിജി. പക്ഷേ ഗാന്ധിജി ഇവിടെ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നടത്തിയപ്പം ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തകനായിട്ടുള്ള ഒരാൾ പറഞ്ഞു, നിൻ്റെ റൂട്ട് ഇതല്ല, നീ ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇറങ്ങണം. ആ ഗാന്ധിജിയെ നമ്മൾ ഇന്നെന്താ വിളിക്കുന്നത്? എന്താ? രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നു. അയാൾ വക്കീലായിരുന്നെങ്കിലോ ചത്തുപോയേനെ, എവിടെയോ ആരും അറിയില്ല. എഴുത്തച്ഛന് സ്കൂളിൽ പോയോ? എഴുത്തച്ഛന് സ്കൂളിൽ പോയില്ല, സ്കൂളിൽ കയറ്റിയതുമില്ല. അന്ന് ബ്രാഹ്മണാധിപത്യമുള്ള കാലമായിരുന്നു, 16ാം നൂറ്റാണ്ട്. ചില ആളുകൾ വിചാരിക്കും ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്,
ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ അധ്യാപകനാണ്, ഞാൻ ശക്തനാണ്, അല്ലേ? ഇതിൽ കാര്യമില്ല എന്ന് പിന്നീട് ലോകത്തിനോട് പറഞ്ഞു എഴുത്തച്ഛൻ. ബ്രാഹ്മണോഹം നരേന്ദ്രോഹമഡ്യോഹമെന്ന് അമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകില്ല. നമ്മളൊക്കെ അവസ്ഥയാണ്, അല്ലേ? വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിലു കീഴായി കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഭയങ്കര മോഹം, ആഗ്രഹം, സ്വപ്നം, ഇഷ്ടമൊക്കെ അല്ലേ നമുക്ക്? ഒരു കാര്യവുമില്ല. നാളെ സത്ത് പോയാച്ചി എന്ന് പറയും. നമ്മുടെ സത്ത് അങ്ങോട്ട് പോവും. തമിഴിൽ സത്ത് പോയാച്ചി എന്ന് പറയുന്നതിന് മലയാളികൾ ചത്തുപോയി എന്ന് പറയും. ശരിയായ ഭാഷ അവിടെ തമിഴിൻ്റേതാണ്. നമ്മുടെ സത്തും പോവും. കുറേ കാലം കഴിഞ്ഞാൽ മാഷ് സത്ത് പോയാച്ചി, അല്ലേ? പ്രബോധ് മാഷ് സത്ത് പോയാച്ചി. നമ്മുടെ സത്ത് എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് രാമായണം നമുക്ക് തന്നത്. ആ രാമായണത്തിൻ്റെ പേര് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മാനം അധികൃത്യ ഇതി അധ്യാത്മികം. ആത്മാവിനെ സംബന്ധിക്കുന്നത് എന്താണ്, അതാണ് അധ്യാത്മികം. ആത്മാവുണ്ടോ? ഉണ്ടോ? ഉച്ചക്കാവുകാർക്ക് ആത്മാവില്ലേ? ഉണ്ടോ? ഉണ്ട്. ഇത് എവിടുന്ന് കിട്ടിയതാ? ഇത് മിത്താണോ? നിങ്ങളുടെ ആത്മാവ് മിത്താണോ? നിങ്ങളുടെ സ്വത്താണോ? നിങ്ങളുടെ സത്തയാണോ? ആത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? ആത്മാവിൻ്റെ നിറം അറിയോ? ആത്മാവിൻ്റെ രൂപം അറിയോ? പിന്നെ എന്തുട്ട് സാധനം ഇത്? ആത്മാവേ എന്തുട്ടിന്? തൃശ്ശൂർക്കാരൻ ചോദിക്കുന്ന പോലെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? ഈശ്വരനുണ്ടോ? ഗണപതി ഉണ്ടോ? സരസ്വതി ഉണ്ടോ? കാണുന്നുണ്ടോ? തൊടാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? നിറമുണ്ടോ? രൂപമുണ്ടോ? ബോത്ത് ആർ മാത്തമാറ്റിക്സ്. രണ്ടും കണക്കാണ്. നിങ്ങളുടെ ആത്മാവും കാണുന്നില്ല, അറിയുന്നില്ല, തൊടുന്നില്ല, കേൾക്കാൻ പറ്റുമോ? പക്ഷേ എന്നെ ഇങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തും ഒരു സമയത്ത്. അങ്ങനെ കിടത്തുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയും, മാഷ എന്ന് വിളിച്ചാൽ കേൾക്കുമോ? ആത്മാവ് പോയി. അപ്പം എന്തോന്ന് പോയിട്ടുണ്ട് ഇതിനുള്ളത്, അല്ലേ? ദാറ്റ് ഈസ് ആത്മാവ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം തന്നത്. ആത്മാവിനെ അറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ആത്മാവിനെ അറിഞ്ഞാൽ നിങ്ങളുടെ ഈ അഹന്തയൊക്കെ പോവും. ഞാൻ നായരാണ്, ഞാൻ മറ്റാണ്, ഞാൻ മറിച്ചാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ തീയനാണ്, ഞാൻ പണിക്കരാണ്, ഞാൻ പൊലേരാണ്, ഞാൻ മറ്റതാണ്, മറിച്ചാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, ഇസ്ലാം, എന്നിട്ട് തമ്മിലടിക്കുക. ഇതല്ലേ ലോകത്തിലെ അവസ്ഥ? ആണോ? എല്ലായിടത്തും അങ്ങനെയല്ലേ? ഞങ്ങളുടെ മതമാണ് ശരി. ഏത് മതമാണ് ശരി? ഏത് മതമാണ് ശരി? മതമില്ലാത്തവർ ജീവിച്ചില്ലേ ലോകത്തിൽ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പം നമ്മൾ വാശി പിടിക്കുന്നത് മൊത്തം വെറുതെയാണെന്ന് എഴുത്തച്ഛൻ പറയാണ്. രാമായണത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എഴുത്തച്ഛൻ. ഏറ്റവും ശ്രദ്ധേയമായത് മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുണ്ട്, ധർമ്മം എന്ന് പറയും. എന്താണ് ധർമ്മം? വേറൊരു ജീവിയും അറിഞ്ഞുകൊണ്ട്, ഒരു ജീവി പക്ഷിയോ മൃഗമോ ഒന്നും അറിഞ്ഞുകൊണ്ട് സ്വധർമ്മം ചെയ്യാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന് പറ്റും. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട്, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് അവനവൻ എന്തിനാണ് ജനിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്.